നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് പറയണ പോലത്തെ തന്നെ കാലാവസ്ഥയായി എന്നും വലിയ മഴ മുന്നറിയിപ്പും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലൊക്കെ ഗ്രീൻ അലേർട്ടാണ്. അതായത് കണ്ടേ മാപ്പ് കണ്ടല്ലേ, ഗ്രീൻ അലേർട്ടാ. ഒരിടത്തും ഒരു മുന്നറിയിപ്പുകളും ഇല്ല. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒരിടത്തും മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം പറഞ്ഞിരിക്കുന്നത്. പകൽ സമയത്ത് എല്ലാ ജില്ലകളിലും നല്ല ചൂട് അനുഭവപ്പെടും. ഇതേ വരണ്ട കാലാവസ്ഥ തന്നെ തുടരുമെന്നാണ് അറിയിപ്പ്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് കാരണമായേക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചില ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 3 മണി വരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഒന്ന്. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക എന്നുള്ളതാണ്. ഈ വെള്ളം കുടിക്കുമ്പോഴത്തേനും ഏതെങ്കിലും വെള്ളം കുടിക്കരുത്. പരമാവധി ശുദ്ധജലം തന്നെ കുടിക്കുക. നമ്മൾ വീട്ടിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമോ അല്ലെങ്കിൽ നല്ല മിനറൽ വാട്ടറോ ഒക്കെ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കണം. മറ്റൊന്ന്, നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയൊക്കെ പകൽ സമയത്ത് മാക്സിമം അങ്ങ് ഒഴിവാക്കിയേക്കൂ. അതേപോലെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും ഒരു ശ്രദ്ധ വേണം. കാരണം ഇപ്പം നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം നല്ല അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതേപോലെ ചെരുപ്പിടാതെയൊന്നും പുറത്തിറങ്ങരുത്. പാദരക്ഷകൾ ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിടാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ നല്ല എന്തെങ്കിലും ഇപ്പം നടന്നൊക്കെ ഒരു സ്ഥലത്ത് തൊട്ടടുത്തുള്ള ഒരു കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഒരു തൊപ്പിയോ കുടയോ ഒക്കെ എടുത്തിട്ട് പോകണം. അതായിരിക്കും നല്ലത്. ഒരു തരത്തിലും ആ സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് ധാരാളം പച്ചക്കറികൾ കഴിക്കണം. അത് ഈ നമ്മുടെ ശരീരത്തിൽ കുറച്ച് തണുപ്പിൻ്റെ അളവ് കുറച്ചധികം കൂട്ടും. ഇതൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന ചില പൊതു നിർദ്ദേശങ്ങൾ. ഞാനിനി താപനില കൂടി പറഞ്ഞുതരാം. നിലവിലെ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. 36.4 കൂടിയ താപനില. അതേപോലെ തന്നെ കുറഞ്ഞ താപനില 22.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ താപനില 35.2, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ചൂടിന് വലിയ കുറവൊന്നുമില്ല. 34.6 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. കുറഞ്ഞത് 22.5 ഡിഗ്രി സെൽഷ്യസും ഉണ്ട് തിരുവനന്തപുരത്ത്. കൊച്ചിയിൽ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പം ഈ താപനില നോക്കിയ സ്ഥിതിക്ക് കാറ്റിൻ്റെ വേഗത അപകടകരമായ രീതിയിലൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത 3 ദിവസത്തേക്ക് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥാ വിവരങ്ങൾ എന്ന് പറയാനുള്ളത്. നമുക്ക്